ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതെന്തായാലും ഓണമൊക്കെ കഴിഞ്ഞിട്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഇത് ഓണത്തിൻ്റെ അന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുട്ടി വിശേഷങ്ങൾ ഞങ്ങളെ കാണാം. അപ്പോൾ രാവിലെ തന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം വലിയ പൂക്കളാട്ടോ ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഞാൻ സ്വയം സംതൃപ്തി അടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അമ്മ പായസമൊക്കെ പകർത്താട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പായസമൊക്കെ തൂക്കുപാത്രത്തിലാക്കിയിട്ട് ഞാൻ പോയി കൊടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും പായസമൊക്കെ കൊണ്ട് കൊടുത്ത് ഹാപ്പി ഓണൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇത് തന്നെയാട്ടോ ഓണത്തിനായാലും വിഷുവിനായാലും ഒരു സ്ഥിരം പതിവാണ്. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അച്ചമ്മയുടെ അവിടേക്ക് പോകാട്ടോ. ഇത് മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പണ്ടാണെങ്കിൽ അച്ചമ്മയാണ് എല്ലാ ഫുഡും ഉണ്ടാക്കി ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം 2 ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. 2 അല്ല 3 ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഇത് അമ്മ ഉണ്ടാക്കിയത് കേട്ടോ. അമ്മ ഉണ്ടാക്കിയ കൂട്ടുകറി, അവിയൽ, പിന്നെ എൻ്റെ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, അതൊക്കെ ഞാൻ വെച്ചതാണ്. പിന്നെ പായസം 2 നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പാലടിയും അതേപോലെ പരിപ്പും, പിന്നെ ഓലൻ, അതേപോലെ സാമ്പാർ, കാളൻ, ഇതൊക്കെ അച്ചമ്മ വെച്ചതാണ് കേട്ടോ. പിന്നെ അച്ചാറ് പുളിയിഞ്ചൊക്കെ അച്ചമ്മ വെച്ചതാണ്. അത് കഴിഞ്ഞാൽ അച്ചമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ കൊടുത്തു. അച്ചമ്മയുടെ ഓണക്കോടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അച്ചമ്മ ഓൾറെഡി എന്താ പറയുക സെറ്റുമുണ്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചക്കറിയായിട്ട് ഒരു മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നല്ല മുണ്ടാട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം 2 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇലയിട്ട് വിളക്കത്ത് ചോറൊക്കെ വിളമ്പി ഞങ്ങളും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ വിളക്കത്ത് വിളമ്പിയിട്ടാട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക ചെയ്യുക. ആദ്യം വിളക്കത്ത് വിളമ്പും, അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വിളമ്പിയിട്ട് ഫുഡൊക്കെ കഴിക്കുക ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ വിളമ്പുന്നുണ്ട്. അച്ഛമ്മ പായസമൊക്കെ വിളക്കത്ത് വിളമ്പാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഹോളിൽ ഞങ്ങളെല്ലാവരും നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട് പിള്ളേർ. പിന്നെ കുറച്ച് പേർക്ക് മേശപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ കറിയും നല്ല സൂപ്പറായിരുന്നു, നല്ല സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉമ്മർത്ത് വെറുതെ ഇരിക്കുമ്പോഴാട്ടോ കുഞ്ഞച്ചൻ വിളിച്ചത്. കുഞ്ഞച്ചൻ ഗൾഫിലാണല്ലോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നല്ലോ. ചെറിയമീനും ഉണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്മൂമ്മമാരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ ഇവരും ഞങ്ങളുടെ പിന്നാലെ തന്നെ ഇറങ്ങും. ഇവർക്കും തൃശ്ശൂർ എത്തണം. അപ്പോൾ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതൊക്കെ തന്നെയാട്ടോ സ്ഥിരം പരിപാടി. വിഷു ആയാലും ഓണായാലും ഞങ്ങൾ ഇവിടെ ഒക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്മൂമ്മമാരുടെ അടുത്ത് എത്തും. അപ്പോൾ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ എത്തി. അവിടെ ഓൾറെഡി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി ചിറ്റ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിറ്റയും കുഞ്ഞച്ചനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞച്ചൻ ചിറ്റേനെ അവിടെ ആക്കിയിട്ട് കുഞ്ഞച്ചൻ തിരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ സ്ഥിരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം വർത്താനം പറയാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങളും. അപ്പോൾ നടന്ന് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പോയി അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ.